ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഇ.ഡി എന്ന സിനിമയാണ് കണ്ടത്. ഇ.ഡി മാത്രമല്ല ബാക്കിയുള്ള എല്ലാം കണ്ടു. എല്ലാത്തിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇ.ഡിയെക്കുറിച്ച് സംസാരിക്കാം. ഇ.ഡിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ഒരു ടീസറൊക്കെ കാണുന്ന സമയത്ത് ഒരു ഫൺ ടച്ച് പിടിച്ചൊരു മൂവിയാണെന്ന് നമുക്കൊരു ഫീൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പറയാനുള്ള സംഭവങ്ങൾ ഭയങ്കര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ അത് പറഞ്ഞിരിക്കുന്നത് ഫൺ എന്ന് പറയുന്നൊരു ഒരു 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 മേമ്പൊടി ചേർത്തുകൊണ്ടാണ്. അത് കറക്റ്റായിട്ട് ഫലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതാണ് ഈ സിനിമയെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കിനെ ഫണ്ണായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതിനെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എൻഗേജിങ് ആക്കി അവർക്കിടയിലൂടെ അതിനെ തിങ്ക് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ചെറിയൊരു കാര്യമല്ല. സോ ഈ രണ്ട് കാര്യത്തിലും ഈ സിനിമയുടെ ടീം വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. ഒപ്പം സുധീർ കരബന, വിനയ് പ്രസാദ്, റാഫി, ശ്യാം മോഹൻ, ഗ്രേസ് ആൻ്റണി, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ളൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ, ആ ഏരിയക്കകത്ത് ഇത്രയും ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്ത് അവിടെ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസിനെ എലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ആർക്ക് വളരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ഇവരെന്താണ്, ഇവരിങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും ഓഡിയൻസ് ആയിട്ടുള്ള നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഇതിലാരുടെ യഥാർത്ഥ സൈക്കോ എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് ഈ സിനിമയുടെ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്ന ഒരു ടോപ്പിക്കുണ്ട്. നമ്മളെല്ലാവരുടെയും ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കണക്റ്റായി പോയ കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തും കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ട്രോമയെ ഏത് തരത്തിൽ ഒരാളെ ബാധിച്ചേക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിപ്പോൾ അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, എന്ത് തരത്തിലാണെങ്കിലും ശരി, ഒരു വിട്ടുവീഴ്ചയും ചില സാഹചര്യങ്ങളിൽ ചിലർ ചെയ്യാറില്ല എന്ന് പറയുന്നൊരു ഘടകം. ആ ഒരു സംഭവത്തിലേക്കാണ് സിനിമ കൊണ്ടുവന്ന് വെക്കുന്നത്. അതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് അത് നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവരുത്. ബട്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. പലതരത്തിലും നമ്മളെ മുമ്പിലൂടെ വന്നിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ സിനിമയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ട മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഒരു ജോണറും ആ സിനിമ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലും ഉണ്ട്. ആ ഒരു നറേഷൻ സ്റ്റൈലാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. ടോട്ടലി അങ്ങനെയാണെന്നല്ല പറയുന്നത്, ബട്ട് ആ ഒരു ക്യാരക്ടർ ആർക്ക് ഇവിടെയും ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആണെന്നല്ല ഒരിക്കലും പറഞ്ഞു വെക്കുന്നത്, ബട്ട് അതുപോലത്തെ ഒരു ക്യാരക്ടറെ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഇവരിൽ ആരാണ് യഥാർത്ഥ പ്രശ്നക്കാരെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു 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 സ്റ്റോറി ലൈനാണ് ഈ സിനിമയുടേത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പെർഫോമൻസ് അത് എടുത്തു പറയണം. അത് സുരാജ് വെഞ്ഞാറമൂട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ മസിൽ പിടുത്തമൊക്കെ വിട്ടിട്ട് നല്ലൊരു ക്യാരക്ടർ തിരഞ്ഞെടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരൻ ചെയ്യുന്ന ചില എക്സ്പ്രഷൻസ് ആണെങ്കിലും ചില നേരത്തെ ചിരി ഇതൊരു കൊലച്ചിരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫുൾ പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ ആണ് ഈ മൂവി. അത് ഭയങ്കര കോമഡി എന്നല്ല പറയുന്നത്, പക്ഷെ ഡാർക്ക് ഹ്യൂമർ അടിപൊളിയായിട്ട് ഈ സിനിമയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ നന്നായിട്ട് വർക്കാവുന്നുണ്ട്, ചിലയിടങ്ങളിൽ പാളിപ്പോയിട്ടുണ്ട് എന്നും പറയാം. പക്ഷേ ഈ കഥാപശ്ചാത്തലം വളരെ ചെറിയൊരു ഏരിയയിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്കൊരു മുഷിപ്പ് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, കാരണം എൻ്റെ ചുറ്റുപാടിരുന്നവരുടെ ചിരിയൊക്കെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. എന്നിരുന്നാൽ പോലും പറയുകയാണ്, ചിലയിടങ്ങളിൽ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ടോട്ടലി സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ സംവിധായകനായിട്ടുള്ള ആമിർ പള്ളിക്കിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്ററായിട്ടുള്ള ആഷിഫ് കക്കോടിക്കും, പുള്ളിക്കാരനും അടിപൊളിയായിട്ട് ഈ റൈറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇതൊരു വൺ മാൻ ഷോ ആയിട്ട് തോന്നിയത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസിലാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ചിലയിടങ്ങളിൽ നമ്മൾ ഈ സ്പിരിച്വൽ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, ആ സാധനം കൊണ്ടുവന്ന് ചിലയിടങ്ങളിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ മൂവിയുടെ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു ഫീലിലാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ചില സമയങ്ങളിൽ അത് ഭയങ്കര വൈബാണ്.
പണ്ട് നമ്മൾ കേട്ടുള്ള ഗുലുമാൽ എന്ന് പറയുന്നൊരു സോങ്ങില്ലേ, ആ സോങ് പോലെയൊക്കെ തന്നെ ചില ലിറിക്സ്, ചില ലൈൻസൊക്കെ കോറസ് പോലെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ വരും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്ത് ടോട്ടലി സിനിമ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത തമാശകളും കാര്യങ്ങളും ഒക്കെയുള്ള, എന്നാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് സംസാരിക്കുന്ന വളരെ ചെറിയൊരു സിനിമ. അതാണ് ഇ ഡി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ഡീസൻ്റ് ആണോ എക്സ്ട്രാ ഡേഞ്ചറസ് ആണോ എന്നുള്ളത് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിലെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു വമ്പനൊരു സാധനം വരുന്നുണ്ട്. ആ സംഭവം വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ആലോചിക്കും, ഈ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു പ്രത്യേകത ആ സമയത്തൊക്കെ ഫീൽ ചെയ്യും. അത്രയും ഹൈലി നടക്കുന്ന ഒരു സംഭവത്തിന് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനിടയിൽ ചില ഡയലോഗ്സ്, ചില സംസാരങ്ങൾ, അത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. സോ നിങ്ങളൊരു വൺ ടൈം വാച്ചിന് പറ്റിയ ഒരു ചെറിയ മൂവി കാണാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. എന്നാൽ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ ചെന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു മൂവി കണ്ടിറങ്ങാം. അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ കണക്റ്റ് ആയിട്ടുള്ളതാവും. സോ ഇതിൽ കൂടുതലൊന്നും ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. വളരെ ചെറിയ ലെങ്ത്തുള്ള ഒരു 2 മണിക്കൂർ 2 മിനിറ്റ് എന്തോ ആണ് ഈ സിനിമയുടെ ലെങ്ത്ത്. ആ ടൈം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എന്നെപ്പോലൊരു ഓഡിയൻസിന് തോന്നുന്നത്. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. സോ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന റിവ്യൂസും റോസിംഗും ഒക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസിംഗും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.